പമ്പലക്രമത്തിൽ സംഘപരിവാർ പദ്ധതികൾക്ക് കോടതികൾ കൂട്ടുനിൽക്കരുതെന്ന് വെൽഫെയർ പാർട്ടി. SS മീഡിയ മലബാറിന്റെയും മലപ്പുറത്തിന്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആരാധനാലയ നിയമസംരക്ഷകരാകേണ്ട നിയമ സംവിധാനങ്ങളും കോടതികളും സംഘപരിവാർ അജണ്ടകൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും സമ്പലിൽ നടന്ന ഏകപക്ഷീയമായ മുസ്ലിം വേട്ട അതിന് ഉദാഹരണമാണെന്നും ഫ്രറ്റേണിറ്റി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ജംഷിൽ അബൂബക്കർ പറഞ്ഞു. ബാബരി, ഗ്യാൻവാബി, ഷാഹി മസ്ജിദ് എന്നിവിടങ്ങളിലെ കോടതി വിധികളും സംഘപരിവാർ പദ്ധതികൾക്ക് കോടതികൾ കൂട്ടുനിൽക്കുന്നതിന്റെ ഉദാഹരണങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. വെൽഫെയർ പാർട്ടി മലപ്പുറം മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിച്ച ആരാധനാലയ നിയമസംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുനിസിപ്പൽ പ്രസിഡന്റ് PP മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ട്രഷറർ സദറുദ്ദീൻ അയമോൻ, തൂമ്പത്ത് അബ്ദുസമദ്, T അമീന എന്നിവർ സംസാരിച്ചു. EC ഹസനുൽ ബന്ന, KPA റസാഖ്, ആമിന സലാം, ജമാൽ മുണ്ടുപറമ്പ്, മൊയ്തീൻ മാസ്റ്റർ, ഹസം മാസ്റ്റർ, ഉമ്മർ C, റഷീദ് P, ഇർഫാൻ NK, മുസ്തഫ മുരിങ്ങേക്കൽ, സലീം വാളൻ, T മുഹസിന എന്നിവർ സംഗമത്തിന് നേതൃത്വം നൽകി. SS ന്യൂസ് മലപ്പുറം. മുസ്ലിം സമുദായം ആരാധന നിർവഹിച്ചിരുന്നു എന്ന് അംഗീകരിച്ച കോടതി പള്ളിക്ക് താഴെ ഉണ്ടായിരുന്നത് ക്ഷേത്രമായിരുന്നു എന്ന് തെളിയിക്കാവുന്ന ഒരു രേഖയുമില്ല എന്ന് പറഞ്ഞ കോടതി ഇന്ത്യയുടെ പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞങ്ങളിതാ ബാബരി മസ്ജിദ് നിലകൊണ്ട ഭൂമി 2 ഏക്കറും 77 സെന്റും രാമജന്മഭൂമി ട്രസ്റ്റിന് കൈമാറുന്നു എന്ന വിചിത്രമായ നിയമമാണ്, വിധിയാണ് 2019 നവംബറിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. അഥവാ ഒരു വിധി പ്രഖ്യാപിക്കുമ്പോ അതിന് ന്യായമായിട്ട് പറയാവുന്ന ഒന്നും തെളിവായി നിരത്താനില്ലാതെ ഇവിടത്തെ ഭൂരിപക്ഷം അങ്ങനെ വിശ്വസിക്കുന്നു, അഥവാ പബ്ലിക് കോൺഷ്യസ്നസ്, പൊതുവികാരം അങ്ങനെയാണ് എന്ന് ന്യായം പറഞ്ഞ് ബാബരി മസ്ജിദ് നിലകൊണ്ട ഭൂമി രാമജന്മഭൂമി ട്രസ്റ്റിന് കൈമാറാൻ സുപ്രീം കോടതി 2019 നവംബറിൽ തീരുമാനിച്ചു. അതിനെതിരെ ആളുകൾ അപ്പീല് പോയപ്പോൾ ആ അപ്പീലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിരാകരിച്ച് അങ്ങനെ ആ വിധി നടപ്പിലാക്കപ്പെട്ടു എന്ന് നമുക്കറിയാം.